എല്ലാവർക്കും നമസ്കാരം. കൊല്ലവർഷം 1200 ആണ്ട് ചിങ്ങമാസം 1-ാം തീയതി മുതൽ കർക്കിടകം 31-ാം തീയതി വരെയുള്ള മേടം മുതൽ മീനം വരെയുള്ള 12 കുറുകൾ ജനിച്ചവരുടെ ഫലങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. രാശിഫലങ്ങൾ പൊതുഫലങ്ങളാണ്. ജാതകരീതിയിൽ നടക്കുന്ന ദശാപഹാര ഫലങ്ങൾക്കനുസരിച്ച് ഇതിൽ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നുള്ള കാര്യത്തെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊള്ളുന്നു. ഒരു വീഡിയോയിലേക്ക് കടക്കാം. ഇടവക്കൂറിൽ ജനിച്ചവരുടെ പുതുവർഷ ഫലങ്ങളെ നോക്കാം. വ്യാഴത്തിൻ്റെ ജന്മരാശിയിലെ സഞ്ചാരം സാമ്പത്തികപരമായ കാര്യങ്ങൾക്ക് അനുകൂലമല്ലെങ്കിലും വ്യാഴദൃഷ്ടി മൂലം പഠനം, വിവാഹം പോലുള്ള ചില കാര്യങ്ങൾക്ക് അനുകൂല ഫലങ്ങൾ ലഭിക്കുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് നന്നായി പഠിക്കാൻ സാധിക്കും. കലാകാരന്മാർക്ക് പുതിയ അവസരങ്ങൾ വന്നു ചേരും. ജോലി ചെയ്യുന്നവർക്ക് ജോലിഭാരം വർദ്ധിക്കുമെങ്കിലും മേലുദ്യോഗസ്ഥരുടെ പിന്തുണയും ലഭിക്കുന്നതാണ്. കൂട്ടായി തൊഴിൽ ചെയ്യുന്നവർക്ക് തൊഴിൽ കൂട്ടാളിയുമായി ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകും. വിവാഹപ്രായത്തിലുള്ളവർക്ക് വിവാഹം നടക്കും. വിവാഹം കഴിഞ്ഞ ദമ്പതികൾക്കിടയിൽ ഉണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ മാറും. സന്താനഭാഗ്യം ലഭിക്കാനും സാധ്യതയുള്ള സമയമാണിത്. സ്വത്ത് സംബന്ധമായ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. രാഷ്ട്രീയക്കാർക്ക് പുതിയ സ്ഥാനമാനങ്ങൾ ലഭിക്കും. ആത്മീയതയിൽ കൂടുതൽ താല്പര്യമുണ്ടാകും. മേടമാസം 31-ാം തീയതി വ്യാഴം ധനസ്ഥാനത്തിലേക്ക് മാറിയതിനു ശേഷം വരുമാനം അധികരിക്കും. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകും. ജോലിയിലുള്ളവർക്ക് സ്ഥാനക്കയറ്റവും ശമ്പള വർധനയും ലഭിക്കുന്നതാണ്. സ്വന്തമായി തൊഴിൽ ചെയ്യുന്നവർക്ക് പുതിയ നിക്ഷേപങ്ങൾ നടത്താനും പുതിയ കരാറുകൾ ഒപ്പിടാനും അനുകൂലമായ സമയമാണിത്. ലാഭസ്ഥാനത്തിലെ രാഹുവിൻ്റെ സഞ്ചാരം മൂലം സാമ്പത്തിക നേട്ടങ്ങളും ഉണ്ടാകും. കലാപരമായ കഴിവുകൾ പ്രകടിപ്പിക്കാൻ നിരവധി അവസരങ്ങൾ ലഭിക്കും. സുഹൃത്തുക്കളുടെ സഹായ സഹകരണങ്ങളും ഉണ്ടാകും. വിദ്യാർത്ഥികൾക്ക് ആഗ്രഹിക്കുന്ന കോഴ്സുകൾ ചെയ്ത് പഠിക്കാനുള്ള അവസരം ലഭിക്കും. ജോലിയിലുള്ളവർക്ക് ജോലിഭാരം കുറയും. മനസ്സമാധാനത്തോടെ ജോലി ചെയ്യാനും സാധിക്കും. വ്യാപാര വ്യവസായ രംഗത്തുള്ളവർക്ക് ലാഭം അധികരിക്കും. കടബാധ്യതകൾ ഉണ്ടായിരുന്നവർക്ക് അതിൽ നിന്ന് മോചനം നേടാൻ സാധിക്കും. വിലപിടിപ്പുള്ള സാധനങ്ങൾ വാങ്ങാനും യോഗമുണ്ടാകും. അതേസമയം 5-ാം ഭാവത്തിലെ കേതുവിൻ്റെ സഞ്ചാരം മൂലം ചില പ്രശ്നങ്ങളെയും ഇടവക്കൂറുകാർക്ക് നേരിടേണ്ടി വരുന്നതാണ്. ചെറുപ്പക്കാർക്ക് പ്രണയനൈരാശ്യമുണ്ടാകും. മുതിർന്നവർക്ക് സന്താനങ്ങൾ മൂലം മനോവിഷമം ഉണ്ടാകും. ഇതുപോലെ ഓരോ പ്രായത്തിനനുസരിച്ച് മനോവിഷമം ഉണ്ടാക്കുന്ന കാരണങ്ങൾ മാറുന്നതാണ്. ഇടവമാസത്തിലെ രാഹുകേതു മാറ്റത്തിന് ശേഷം ഇതുപോലെയുള്ള ദോഷഫലങ്ങളെല്ലാം കുറയുന്നതാണ്. ശനി തൊഴിൽ സ്ഥാനമായ 10-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ ശനിയുടെ കാരകരീതിയിലുള്ള തൊഴിലുകൾ ചെയ്യുന്നവർക്ക് അനുകൂല ഫലങ്ങൾ ലഭിക്കും. പക്ഷേ പുതിയതായി തൊഴിൽ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നവർ മീനമാസത്തിൽ ശനി ലാഭസ്ഥാനത്തിലേക്ക് മാറിയതിനു ശേഷം പുതിയ തൊഴിൽ തുടങ്ങുന്നതാണ് നല്ലത്. വ്യാപാര വ്യവസായ രംഗത്തുള്ളവർക്ക് കടുത്ത മത്സരം നേരിടേണ്ടി വരുന്ന സമയമാണിത്. മീനമാസം 15-ാം തീയതി ശനി ലാഭസ്ഥാനത്തിലേക്ക് മാറിയതിനു ശേഷം ഇതുപോലെയുള്ള ദോഷഫലങ്ങളെല്ലാം മാറുന്നതാണ്. പഠനം കഴിഞ്ഞ് ജോലി അന്വേഷിക്കുന്നവർക്ക് നല്ല ജോലി ലഭിക്കും. നിലവിലുള്ള ജീവനക്കാർക്ക് തടസ്സപ്പെട്ട പ്രൊമോഷനും അനുകൂലമായ സ്ഥലം മാറ്റവും ലഭിക്കുന്നതാണ്. രോഗങ്ങളാൽ ബുദ്ധിമുട്ട് അനുഭവിച്ചവർക്ക് ആരോഗ്യം വീണ്ടെടുക്കാൻ സാധിക്കും. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പേരും പ്രശസ്തിയും ലഭിക്കും. മൊത്തത്തിൽ നോക്കുമ്പോൾ ഈ വർഷം പൊതുവെ അനുകൂലമായ ഫലങ്ങളായിരിക്കും ഇടവക്കൂറുകാർക്ക് ലഭിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഇടവക്കൂറിൽ ജനിച്ചവർക്കായുള്ള വർഷഫലങ്ങളെ ഇവിടെ നിർത്തുന്നു.